28 ജനുവരി 2023 അന്നാണ് ഞാൻ അവസാനമായിട്ട് ട്രിപ്പ് പോയത്. അത് കഴിഞ്ഞിട്ട് കുറെ ട്രിപ്പ് പ്ലാനിങ് എല്ലാം ഉണ്ടായിന്. ഗോവ, മണാലി, ഹൈദരാബാദ്, മൈസൂര് ആസ് യൂഷ്വൽ. ഒന്നും നടന്നിട്ടില്ല. ഇറ്റ്സ് ബീൻ 2 years. ഇനി എനിക്ക് ട്രിപ്പ് പോകാണ്ടിരിക്കാൻ പറ്റൂല. പ്ലാൻ ചെയ്താ ഒന്നും നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ബോർഡ് കണ്ട, കേരളത്തിലെ 13 ഡിസ്ട്രിക്ട്സിലെ മോസ്റ്റ് അട്രാക്റ്റഡ് ടൂറിസ്റ്റ് പ്ലേസസ് ആണത്. ഞാൻ കണ്ണ് കിട്ടിയിട്ട് ഈ ഒരു സുനാപ്ലി വെച്ച് അതിലേക്ക് എറിയുന്നതായിരിക്കും. എവിടെയാണ് ആ സുനാപ്ലി പോയി കുത്തുന്നത്, നമ്മളും അങ്ങോട്ടേക്ക് വിടും. 3, 2, 1. Guys, I guess we are going to Munnar. ഗൈസ്, നമ്മളങ്ങനെ മൂന്നാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ അത് കാണിച്ചെടുത്ത് ഈടെയാണ് ബസ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കിടിലം വ്യൂ കണ്ടിട്ടാണ് നമ്മൾ ഈടെ വന്നത്. ഇങ്ങനത്തെ സ്ഥലമെല്ലാം കാണുമ്പില്ലേ, എൻ്റെ വായിലാകെ ഒറ്റൊരു വാക്ക് എന്നുള്ളൂ. സുഹൃത്തുക്കളെ, നോട്ട് ബുക്കിന്റെ ചട്ടയിൽ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണുന്നത്. എൻ്റെ മോനെ, അവിടെ ഞാൻ എത്ര പ്രാവശ്യം മൂന്നാർ വന്നിരുന്നു അറിയാം, പക്ഷേ ഇജാതി സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ എവിടെയും ഉണ്ടായേ കുറേ നേരം എടുത്തന്നെ ഇരിക്കാതൊന്നും വെയിലും ഇല്ല, നല്ല കോടയോ നല്ല വ്യൂ, ഒരു സമാധാനമുണ്ട്. വണ്ടീൻ്റെ പോലും സൗണ്ട് ഇല്ല. പക്ഷേ നമുക്ക് ഫുൾ ടൈം എടുത്തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റൂല. നമുക്കൊരു മൂന്നാർ ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളാണെങ്കിൽ ഒരു പ്ലാനും പദ്ധതി ഇല്ലാണ്ടാണ് വന്നത്. ട്രാൻസ്പോർട്ടേഷനെല്ലാം എന്താ ചെയ്യാന്ന് പോലും അറിയില്ല. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓരോ ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ എന്നാലും ഞാൻ ഇപ്പൊ തന്നെ പോകുന്നില്ല. ഞാൻ കുറച്ചു നേരം കൂടെ ഇടയിൽ ഇങ്ങനെ നടന്നു കളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രമല്ല ഗൈസ്, നിങ്ങൾ ആരാണെങ്കിലും ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ ഇരുന്ന് പോകും. അത്രക്ക് കിടിലം വ്യൂ, നല്ല പീസ് വൈബും ആയിരുന്നു. കുറച്ചു നേരം അവിടെ നടന്നു കളിച്ച ശേഷം ഒരു ചായ കുടിച്ചു നമ്മളെ മൂന്നാർ ചെക്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു നടന്നു പോകുമ്പോഴാണ് വേറൊരു ഏട്ടനെ കണ്ടത്. ചായ കുടിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ വേറൊരു ചലഞ്ചും കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അയ്യേട്ടൻ്റെ അടുത്തൊരു പിക്ക് വെച്ച് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്താണ്. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് ഇങ്ങനെ വന്നേ. അപ്പോൾ നമ്മളൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ചറോടെ ഫോട്ടോ എടുക്കാനാ. കുഴപ്പമുണ്ടോ? ഒറ്റ ഫോട്ടോ എടുത്തേ. താങ്ക് യു കേട്ടോ. പേരെന്താ? അയാട്ടൻ ഒറ്റക്ക് തിരുവനന്തപുരത്ത് ബൈക്ക് ഓടിച്ചിട്ട് റൈഡ് വന്നെയാണ് ഗൈസ്. എന്തായാലും സമയമില്ലെങ്കിലും പിക്ക് എടുത്ത് നമ്മളൊരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ സഹായിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് മൂന്നാർ സ്പെഷ്യൽറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട് സാധനം. നമ്മളങ്ങനെ ചായ കുടിച്ച് സ്ട്രേഞ്ചറിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് മൂന്നാർ ചെക്ക് ലിസ്റ്റിലെ 2 നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് 3 ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്ന് ബസ് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഏതാണ്, അവിടേക്ക് എങ്ങനെയാ പോവുക, ബസ് ഉണ്ടോ, ഏതെല്ലാം ടൈമിലാണെന്ന് ഒന്നും അറിയില്ല. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 3 ടൂറിസ്റ്റ് പ്ലേസിൽ എത്താൻ വേണ്ടി പറ്റും. കാരണം സമയം 7 മണി ആകുന്നേ ഉള്ളൂ. പക്ഷേ സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ലാത്തതുകൊണ്ട് ബസ്സിൻ്റെ ടൈമിങ്ങും അതെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. നമുക്ക് KSRTC സ്റ്റാൻഡിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. അവിടെ ഒന്നില്ലെങ്കിലും KSRTCൻ്റെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ആരെങ്കിലും ഉണ്ടാവും. സ്ഥലവും അറിയില്ല, വഴിയും അറിയില്ല, ഒരു കുന്തും അറിയില്ലെങ്കിലും ഈ ചാലഞ്ചസ് എല്ലാം ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഈ ഒരു ബൈ എ ഗിഫ്റ്റ് എന്നുള്ള ചെക്ക് ലിസ്റ്റിനെ ആലോചിച്ചിട്ടാണ്. കാരണം നമ്മളത് വാങ്ങുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ്. സോ ഇറ്റ് ഹാസ് ടു ബി പെർഫെക്റ്റ്. അതായിരിക്കാന്നുള്ളതല്ലേ ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ നമ്മൾ മാപ്പ് നോക്കിയിട്ട് അടുത്തുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനെല്ലാം കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ KSRTC പോയിട്ട് അന്വേഷിച്ച് ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. അപ്പൊ അവർ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് ഒരു ബസ് പോയിട്ട് ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് വിട്ടോന്ന്. നമ്മളങ്ങനെ ഓട്ടോറിക്ഷ പിടിച്ചിട്ടെല്ലാം തന്നെ ബസ് അവിടെ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ ഓടിപ്പാന് കയറി ബസ്സിലേക്ക്. എവിടെയാന്നല്ലേ അത് നിങ്ങൾ അവിടെ എത്തിയിട്ട് കണ്ടാൽ മതി. നമ്മളങ്ങനെ ബസ്സും പിടിച്ച് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തി. ആ ഡ്രൈവറെ ബസ് ഓടിക്കലുണ്ടപ്പോൾ ഞാനിവിടെ എത്തുന്നൊന്നും പ്രതീക്ഷയില്ല. കൊക്കെ അതൊരു ബോധമില്ല, അടിച്ചൊക്കെ ഈ സ്പീഡിൽ കത്തിച്ചുവിടുന്നത്. ബട്ട് ഫൈനലി വി ആർ ഹിയർ. ഇപ്പോൾ 8 മണി ആയിട്ടുള്ള പരിപാടി ഒന്നും ഇവിടെ തുടങ്ങിയില്ല. പക്ഷെ ഇത് നോക്കണം, ആ വ്യൂ ഈ കമ്പിവേലയിലുള്ളത് കാണാൻ പറ്റുന്നല്ലോ. പക്ഷെ ഏതാ സാധനമോ, എന്ത് വ്യൂടാ, സത്യം കിണ്ണതാണ്. കോടയൊന്നും ഇപ്പോഴും പോയിട്ടില്ല. ഇവിടുത്തെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. എന്തായാലും ആക്ടിവിറ്റി ചെയ്യാനുണ്ട്, അത് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നലെ രാത്രിയായിട്ട് ഫുഡ് കഴിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ നോക്കാം. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആടെ ഒറ്റൊരു മനുഷ്യനുണ്ടായില്ല. കാരണം അത്രക്ക് നേരത്തെയാണ് നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഷോപ്സും കാര്യങ്ങളും ഒന്നും തോന്നിട്ടില്ല. കുറേ നേരം ഇനി വിശന്നിരിക്കേണ്ടി വരുന്നു വിചാരിച്ചപ്പോഴാണ് ഒരു അണ്ണന്റെ ഷോപ്പ് നമ്മൾ അവിടെ കണ്ടത്. അവിടെയാണെങ്കിൽ മാഗി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു മാഗി പറഞ്ഞു. പക്ഷേ എൻ്റെ മോനെ, ഈ സാധനം എങ്ങനെയാണോ ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ? നമ്മൾ ഉണ്ടാക്കും വീട്ടിൽ, ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആയിരിക്കും സാധനത്തിന്. ആ കിട്ടില്ല പോലത്തെ മാഗി കഴിച്ച് ചെക്ക് ലിസ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങി. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മൂന്നാർ ചെക്ക് ലിസ്റ്റിൽ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓൾറെഡി നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്ത്. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു ചെക്ക് ലിസ്റ്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എന്താണെന്ന് അറിയില്ല, ഒരു സമാധാനം. ആൾക്കാരെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. 9 മണി ആയിട്ടേ ഉള്ളൂ. ഒരു പീസ് ഓഫ് മൈൻഡാണ്. നിങ്ങളൊന്ന് കേട്ടത്.
ആക്ടിവിറ്റി ആയിട്ട് ബോട്ടിങ് ചെയ്യുക, അതിവിടെ അടുത്തുണ്ട് എന്ന് ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ നടക്കാൻ തുടങ്ങിയത്. പക്ഷെ പറഞ്ഞതിനെക്കാട്ടിയും ഡബിൾ നമ്മൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു വഴിയിലൂട്ടിൽ നടക്കുമ്പോൾ ഒരു തളർച്ചയും ക്ഷീണവും അറിയുന്നില്ല. അമ്മാരി ആംബിയൻസും ഫീലുമാണ്. ഓരോ വളവ് തിരിയുമ്പോഴും ഓരോ സ്ഥലത്ത് എത്തിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാറിലെല്ലാം തേയിലേന്റെ ഇടക്കൂട്ട് പോകുമ്പോൾ നല്ല ഫീൽ ആണെങ്കിലും അതിനെക്കാട്ടി വേറെ ലെവല് ഫീൽ ആണ് ഇതേപോലത്തെ വഴിയിലൂട്ടെല്ലാം നടക്കുന്ന സമയത്ത്. ചില സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് തോന്നും ഇത് കേരളം തന്നെയാണോ അല്ലെങ്കിൽ വല്ല സ്കോട്ട്ലൻഡോ ഇംഗ്ലണ്ടോ ആണോ എന്ന്. പക്ഷെ ഇതേ വഴിയിലൂടെ ആണെങ്കിലും കുറെ നേരം നടന്നപ്പോൾ ചെറുതായിട്ടൊന്ന് തളർന്നുപോയി. നമ്മൾ അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ആക്ടിവിറ്റി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ്. ഒരു സ്ഥലത്ത് പോയി അങ്ങനെ ആടെ ഭയങ്കര പൈസ, ഒരാൾക്ക് 600 രൂപ. നമ്മുടെ അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. പോലും പറഞ്ഞ് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സംഭവം ഉണ്ട്. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതുമായിട്ട് അതിന്റെ ഒരു പൊട്ടും മുടിയും കാണുന്നില്ല. നല്ലോണം റെസ്റ്റ് എടുത്ത് കഴിച്ച് വീണ്ടും അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഒരു മണിക്കൂറെല്ലാം നടന്നതിന് ശേഷമാണ് ഗൈസ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയത്. നമ്മളെ രണ്ടാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുക. 1.5 മണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ എത്തിയത്. ഒരു മണ്ടത്തിലായപ്പോൾ മഴക്കനെയും വണ്ടിക്ക് വന്നാൽ കഴിഞ്ഞു. പക്ഷെ നമ്മൾ കുറച്ച് എളുപ്പം വിചാരിച്ച് എക്കോ പോയിന്റ് ഇവിടെ നിന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എൻ്റെ കണ്ണ് ചുറ്റുമുള്ള ഷോപ്സിലാണ്. ആ ഒരു സ്പെഷ്യൽ പേഴ്സണ് പറ്റിയ ഗിഫ്റ്റ് തപ്പിയിട്ടാണ് ഞാൻ ഫുള്ള് നടക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് പോരാ ഗൈസ്, ഇതിനെക്കാട്ടിയും കിട്ടിലും ഗിഫ്റ്റ് വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വാങ്ങാണ്ട് നേരെ നമ്മളെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിങ്ങിൻ്റെ അടുത്തോട്ട് പോയി. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. എന്തായാലും ഇത്ര നടന്ന് ഒരു പിടിക്ക് 2 വർഷം ആയിക്കോട്ടെ. രണ്ടാൾക്കുള്ള പെഡൽ ബോട്ടിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ക്ഷീണിയായിരിക്കും. പൈസ എത്ര നോക്കട്ടെ? 600 രൂപ പെഡൽ ബോട്ടിനാ. പൈസ കുറച്ച് കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു 6-7 കിലോമീറ്റർ നടന്ന് എന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ 600 രൂപ. എന്താണ് ഇത്, കൊള്ളയാ? 600 രൂപ സ്വന്തത്തിനൊന്നല്ലോ തിരിച്ചിട്ടില്ലേ? എക്കോ പോയിന്റ് ബിട്രേഡസ് ഗൈസ്. 600 രൂപയാണ് ഇവിടെയും ബോട്ടിങ്ങിന്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും ബോട്ടിങ് ചെയ്തില്ല. അടുത്ത ലൊക്കേഷനിൽ പൈസ കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ്. നമ്മള് വരുന്ന വഴിക്ക് ഒരേട്ടനോട് ചോദിച്ചാട്ടാ ബസ് ഉണ്ടോ? 11 മണിക്കുണ്ട് ഒരു KSRTC. വീട് എന്താ 1/2 മണിക്കൂറായി എടുക്കുന്നു. ബസ് പോയിട്ടൊരു ഒന്നുമില്ല, ഒരു ബുദ്ധവുമില്ല. എത്ര നിൽക്കണം നടക്കാന്ന് വെച്ചാൽ ഇനിയുണ്ട് 7 കിലോമീറ്റർ. എനിക്ക് 7 കിലോമീറ്റർ നടക്കാൻ. പിന്നെയും നമ്മൾ അവിടെ ഒരു 1/2 മണിക്കൂർ നിന്ന് നോക്കി, ഒരു ബസ്സും വന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോയി. ഫൈനലി ആ ഒരു ഓട്ടോ എല്ലാം കയറിയിട്ട് നമ്മുടെ 3ാമത്തെ ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയി. കുണ്ടള ഡാം. ഇത് 2ാമത്തെ ഡാമെന്ന് എനിക്കറിയാം. പക്ഷേ അടുത്തുള്ളതിനെ വെച്ചിട്ട് ഇതാണ് ടൂറിസ്റ്റ് പ്ലേസ്. ഇവിടെയും ബോട്ടിംഗ് ഉണ്ട്. നേരത്തെ ബോട്ടിങ് 600 രൂപ ആണെങ്കിൽ എല്ലാത്തിനും ചവിട്ടിക്കിട്ടു. ബോട്ടിങ്ങിന്റെ പ്രൈസ് നോക്കാൻ പോകുമ്പോഴാണ് നമുക്ക് വേറൊരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടത്. ഇപ്പോൾ ആരും നോക്കുന്നില്ല. നമ്മളെ മൂന്നാർ ചെക്ക് ലിസ്റ്റിലെ ഒരു സാധനം കൂടെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളൊരു റൂള് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഡു നോട്ട് സിറ്റ് ഓൺ ദ പാരപ്പറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബോട്ടിങ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു കുതിരനെ കണ്ടത്. പിന്നെ നമ്മളെ മൈൻഡ് ചേഞ്ച് ആയി. 150 പൈസ ഒന്നും നോക്കില്ല. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കുതിരന്റെ മേലെ കയറാൻ തീരുമാനിച്ചു. പക്ഷേ ഈ കുന്തസാനം ഞാൻ വിചാരിച്ച പോലെ അല്ല ഗൈസ്. ഒടുക്കത്താട്ടാണ് അതിന്റെ മേലെ കയറിയിരുന്ന കഴിഞ്ഞാല്. അല്ലോ പോണതായിട്ടല്ലേ ഞാൻ വിചാരിച്ച കുതിര ഇങ്ങനത്തെ അല്ല കേട്ടോ. വയ്യാക്ക് ബോട്ടിന് പോയാ വയ്യ. കുതിര വയ്യാക്ക് നടക്കണ ഒരു സൈഡ് പോലെ വിസാരത്തിന്. ഇത് കാണുന്ന പോലെ നല്ല പൈസ രാജല്ല. എങ്ങനെയാണോ ഈ ഓടിച്ചേ? അങ്ങനെ ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ നമ്മൾ കുതിരേനെ മേലെ സക്സസ്ഫുൾ ആയിട്ട് കയറി ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കി കഴിയും. പക്ഷെ എന്തായാലും ഇവിടെ വരെ വന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബോട്ടിങ് കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. ബോട്ടിങ്ങിന് ഇറങ്ങിയപ്പില്ലേ സത്യം പറയാലോ ജുറാസിക് പാർക്കിലാറ്റം പോയ പോലെ ഉണ്ടായിരുന്നു. അത്രക്ക് കിട്ടില്ല ക്ലൈമറ്റ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇപ്പോഴാണ് കറക്റ്റ് ടൈം ആ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ. നമ്മൾ റീസെന്റ് 50K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിന്. മേ ബി ഈ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും 60K സബ്സ്ക്രൈബേഴ്സ് ആവുമായിരിക്കും. നമ്മുടെ ഭാഗത്തുനിന്ന് ഇതുവരെ നിങ്ങൾക്കൊന്നും തരാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു 50K സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു മൈൽ സ്റ്റോൺ എത്തിക്കുന്ന സമയത്ത് നമ്മളിവിടെ മൂന്നാർ വന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് കൂടെ എന്തെങ്കിലും തരാന്ന് വിചാരിച്ചു. വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല. മേ ബി ഒരു ചെറിയ എന്തെങ്കിലും ആയിരിക്കും. ഓൾറെഡി നമ്മളെ ബഡ്ജറ്റ് എല്ലാം കഴിഞ്ഞ്. എന്നാലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രൈസ് ഗൈസ്, ഇറ്റ്സ് അബൌട്ട് ദ തോട്ട്. നിങ്ങൾ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ തിരിച്ചെന്തെങ്കിലും തരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങുന്നതായിരിക്കും. ആർക്കാ കിട്ടാമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും നല്ലതോ അല്ലെങ്കിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളോ എന്തെങ്കിലും കമന്റ്
അപ്രീഷിയേറ്റ് ചെയ്യാം. വൺസ് അഗൈൻ താങ്ക് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് നമുക്ക് ഇനിയും അത് ആവശ്യമുണ്ട്. ഈ ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നതായിരിക്കും. അതിന് മുമ്പേ നിങ്ങൾ കമന്റ് ഇട്ടോ. കഷ്ടപ്പെട്ട് ബോട്ട് ഔട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വന്നിട്ടുള്ള ബഡ്ജറ്റിലൊന്നും ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലതേ വാങ്ങുള്ളൂ, അത് ഉറപ്പാണ്. വാങ്ങിയാലോ? ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടും സാധനത്തിനെല്ലാം ഭയങ്കര പൈസയാണ്. നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ തീർന്നിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഫൈനലി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രേ പറ്റുള്ളൂ. പിള്ളേർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നല്ലത് ഇതിപ്പോൾ ആര് കിട്ടിയാലും ഇഷ്ടമാവാണ്ടിരിക്കില്ല. സോ നമ്മൾ തോറിൻ്റെ മ്യോൽനിയർ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ 1 മണി ആയിട്ടേ ഉള്ളൂ, നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇതിൻ്റെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. നമ്മൾ ഗിഫ്റ്റ് എല്ലാം വാങ്ങി വന്നപ്പോഴത്തേക്കും കയ്യിലുള്ള ബഡ്ജറ്റ് അങ്ങ് കരയിപ്പോയി. സോ നമ്മൾ വേറൊന്നും കഴിക്കുന്നില്ല, കഞ്ഞി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ പയറെല്ലാം ഉണ്ട് കേട്ടോ, വെറും കഞ്ഞി അതല്ല, ചെറുപയർ, ബീൻസ് ഒക്കെ ഉണ്ട്. കൈ സൂപ്പർ. സോ ചെക്ക് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഫുഡും കഴിച്ച് ഇനി നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. സോ ഫൈനലി കയ്യിലുള്ള പൈസ എല്ലാം തീർന്ന് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ സമയം 4 മണി ആയിട്ടുള്ളെങ്കിലും സംഭവം കാണുമ്പോൾ ഒരു 6 മണി 6:30 ആയ പോലെയാണ്. നല്ല മഴ പെയ്തിന്. ഈ ഒരു കാലാവസ്ഥയിൽ മാറുന്നതിന് മുമ്പേ നമ്മൾ എന്തായാലും ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇതിനു മുന്നേ ഞാൻ ഇഷ്ടംപോലെ തവണ മൂന്നാർ വന്നിട്ടുണ്ട്. പക്ഷെ ഇതേപോലത്തെ ഒരു വരുത്ത് ആദ്യമായിട്ടാണ്. സ്വന്തമായിട്ട് വണ്ടിയില്ല, ഒരു പ്ലാനും ഇല്ല, ഒന്നും ഇല്ലാണ്ടാണ് വന്നത്. ഉള്ളത് പറയാലോ, അതിൻ്റെതായിട്ടുള്ള നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിന്. നമ്മളിപ്പോൾ ജെർസന്റെ വാച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഏകദേശം 16-17 കിലോമീറ്റേഴ്സ് ആണ് ഇന്ന് മാത്രം നടന്നത്. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ബസ്സിന് വേണ്ടി കുറേ വെയിറ്റ് ചെയ്ത് കുറേ ടൈം അങ്ങനെയും വേസ്റ്റ് ആയി. സ്വന്തമായിട്ട് വണ്ടിയിൽ വന്നാൽ കാണുന്നതിനെക്കാട്ടി കൂടുതൽ കാഴ്ച നമ്മൾ കണ്ട്. ഞാൻ എല്ലാവരും പറയും എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്യാണ്ടും ചെയ്തു നോക്കണം ഗൈസ്. ചിലപ്പോൾ ഇത് അടിപൊളിയായിരിക്കും. എനിക്ക് എന്തായാലും ഐ എൻജോയ്ഡ് ഇറ്റ്. മഴയുടെ കുറച്ചും കൂടെ ശക്തിയായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പേ ഒരു 5-10 മിനിറ്റും കൂടെ ഞാൻ ഇവിടെ തന്നെ ഈ ഒരു തണുപ്പെല്ലാം കൊണ്ട് ഈ ഒരു വൈബിൽ ഇങ്ങനെ ഇരിക്കാൻ വിചാരിക്കണം. അപ്പോഴത്തേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതാ എടുക്കാവുന്ന ഈ ഒരു വീഡിയോ ഉണ്ടോ.